ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നന്ദനം വസുദേവസ്യ നന്ദഗോപസ്യ നന്ദനം യശോദാനന്ദനം വന്ദേ കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രുതിധര വർണ്ണനം. പിന്നെ മുകുന്ദചരിതം പറഞ്ഞിതു മന്നവ മാധവ ഭക്തൻ മഹാഗുണവന്ദിതൻ വിപ്രവര്യൻ ശ്രുതദേവനും ദാമോദരൻ ചരണങ്ങൾ മനഃപത്മേ ആമോദമോടുറപ്പിച്ചു പൂജിച്ചിഹ. വാണിതു നല്ല മിഥിലയാം രാജ്യത്തിൽ വാണിതു മൈഥിലനായ ബഹുലാശ്വവീരൻ വിവേകിയാകുന്ന നൃപൻ താനും പരമാനന്ദേന വാഴുന്നതു കാലം. ഭക്തജനപ്രിയൻ മാധവനങ്ങവർ ചിത്തമോദം ഫലം നൽകുവാനായിക്കൊണ്ടു ചെന്നിതു മൈഥില രാജ്യത്തിനന്നേരം. നന്ദാത്മജൻ നരകാരി നാരായണം മാമുനി വൃന്ദവും കണ്ടിതു മാർഗത്തിൽ ആമോദമോടു മുകുന്ദനെ അന്നേരം. വന്ദിച്ചവരവർക്കുള്ള ധനങ്ങളാൽ നന്ദിച്ചു കാഴ്ച വച്ചിടിനാർ കൃഷ്ണനായി. അപ്പോൾ മുകുന്ദൻ അവരെ അനുഗ്രഹിച്ചുൽപ്പന്നമോദം മിഥില പുക്കിയിടിനാൻ. അപ്പോൾ ദ്വിജേന്ദ്രനും മൈഥില മന്നനും ഒപ്പമേ ചെന്നെതിരേറ്റോരനന്തരം. അത്യന്ത ഭക്തരായി നിർമ്മലന്മാരവർ അത്ര നിമന്ത്രണം ചെയ്താരിരുവരും. അപ്പോൾ മുകുന്ദൻ അവർക്കു ഹിതാർത്ഥമായി ചിൽപ്പുമാൻ രണ്ടു രൂപം പൂണ്ടവരുടെ മന്ദിരം പുക്കതു നേരം അവർക്കളും. നന്ദിച്ചു വിശ്വൈകനാഥനെയും മുനിവൃന്ദത്തെയും സൽക്കരിച്ചു സ്തുതിച്ചഥ നിത്യം. ഹരിപദ ഭക്തനാം ഭൂസുരസത്തമൻ ഹർഷാശ്രുനേത്രനായി മാധവം ഇത്തം സ്തുതിച്ചു വാഴ്ത്തിയിടിനാനേറ്റവും. ചെന്താമരാക്ഷ ജയ ജയ മാധവ ചിന്തിത ചിന്താമണി കൃപാവാരിധേ. എന്നുട കൽമഷമൊക്കെയും നഷ്ടമായി വന്നിതു മാനുഷജന്മസാഫല്യവും. നിൻപാദസേവാഫലമിന്നു സിദ്ധമായി അൻപോടിനി എന്തു വേണ്ടു ഞാൻ നിൻ കൃപാസംഭവത്തിനെന്നു ചൊന്നതു കേട്ടൊരു ശംഭുവന്ദ്യൻ ജഗന്നായകൻ കൃഷ്ണനും. ബ്രാഹ്മണൻ തൻ്റെ കരവും പിടിച്ചിതം ആമോദമോട് ചിരിച്ചരുൾ ചെയ്തിതു. സർവമുനി വിപ്രപൂജയേച്ചൈക നീ സർവസന്തോഷമെനിക്കില്ലിതിന്മീതെ. സർവമുനി വിപ്രവർഗങ്ങളൊക്കെയും കേവലമെൻ രൂപമില്ലൊരു സംശയം. വിപ്രമുനിജനമായോരെ പൂജിക്ക മൽപ്രിയമില്ലിതിന്മീതെ എന്നോർക്ക നീ. എന്നെയും പൂജിച്ചു മാമുനി വിപ്രരെ നന്നായി പൂജിക്കയുമില്ല എന്നാലഹം. മോദിക്കയുമില്ല എന്നെ മാനിക്കാതെ മാമുനിമാരെയും വിപ്രരായോരെയും. പൂജിപ്പവങ്കൽ പ്രസാദിച്ചു ഞാനേറ്റം പൂജിച്ചു പോരൂ ഞാനും മുനിവർഗത്തെ. ആകയാൽ മാമുനി വിപ്രജനത്തെയും ഏകനാമൻ പ്രസാദാർത്ഥം ദിനം പ്രതി പൂജിക്കതിനാൽ സകലവും വന്നിടും. വ്യാജമെന്നേ തവ ഭക്തി കണ്ടേറ്റവും മോദിച്ചു ഞാനെന്നു മാധവവാക്യേന
മോദിച്ചു പൂജിച്ചു വിപ്രൻ മുനികളെ. മന്നവനും വിപ്രവര്യനും മോദേന നന്നായി അനുഗ്രഹം നൽകി നാരായണൻ. മാമുനിമാരവർ സർവരുമൊന്നിച്ചു ദാമോദരൻ ദ്വാരകയുമകം പുക്കു സന്തോഷമോടു വസിച്ചിതു മന്നവ. ചെന്താമരാക്ഷൻ സകലാത്മകനിഹ രണ്ടു രൂപം ധരിച്ചിത്തരം ചെയ്തതു കൊണ്ടു വിശേഷമെന്തൊന്നു പറയുന്നു. ബ്രാഹ്മണൻ താനും മിഥിലാനൃപേന്ദ്രനും ദാമോദരൻ മഹാമായയോർത്തെത്രയും താൽപര്യമോടു മുകുന്ദൻ പരബ്രഹ്മ മൂർത്തിയെന്നേറ്റവും നിർണയിച്ചങ്ങനെ. മാധവൻ തൻ പദപങ്കജം സേവിച്ചു ബോധമോടെ വസിച്ചിടിനാർ മോദമായി. ഇക്കഥ ചിന്തിക്ക ചൊൽക്കിലും കേൾക്കിലും ഭക്തരായി വന്നു കൂടുമവർ നിർണയം. ഇത്തം മുനീന്ദ്രന്റെ വാക്കുകൾ കേൾക്കയാൽ ചിത്തമോദാൽ നൃപൻ വന്ദിച്ചു ചോദിച്ചാൻ. നാനാശ്രുതി സ്മൃതി വേദങ്ങളെല്ലാമേ നൂനം സഗുണങ്ങളായിരിക്കുന്നതും നിർഗുണമായിട്ട സത്തിനും സത്തിനും വർഗങ്ങളെല്ലാറ്റിലും നിന്നു വേർപാടായി നിർണയമെന്നേയ നിർദ്ദേശ്യമായി നിൽക്കും സാക്ഷാൽ പരബ്രഹ്മണി ഗുണവൃത്തികൾ എങ്ങനെ സഞ്ചരിക്കുന്നതെന്നുള്ളതും ഇങ്ങുള്ള സംശയം തീർത്തരുളേണമേ എന്നു നൃപൻ തൻ്റെ ചോദ്യമതു കേട്ടു മന്ദഹാസേന പറഞ്ഞിതു ശ്രീശുകൻ. ആത്മാവു തൻ്റെ ജനനത്തിനായിക്കൊണ്ടും ആത്മാവു തൽക്കർമ്മ വാസന മൂലമായി നാനാജനത്തിനും പ്രാണബുദ്ധ്യാദികൾ നൂനം വിധാതാവുമായയാ സൃഷ്ടിച്ചാൻ. ഇത്തമിരിക്കുന്ന ബ്രഹ്മവേദം പൂർവസത്തുക്കളാൽ ശ്രദ്ധയോടും ധരിച്ചതു സ്വൽപ്പമെന്നാലും കളയാതെ വൃത്തിയായി ഉദ്ഭവമായിരിക്കുന്നതിവിടത്തിൽ എന്നുള്ളതിന്നു ഞാൻ നിന്നോടു ചൊല്ലുവൻ നന്നായി നാരായണാന്വിതഗാഥയെ. മുന്നമേ നാരദനായി കൊണ്ടിതു ചൊന്നാൻ വന്ദിതനാം നരനാരായണമൂർത്തി. അങ്ങനെയുള്ളോരുപദേശഗാഥയെ മംഗലനാൻ ഭവാൻ കേട്ടുകൊണ്ടിടുക. മുന്നം ഭഗവൽപ്രിയൻ മുനി നാരദൻ മന്നിടത്തിങ്കൽ നടന്നു നടന്നു പോയി എങ്ങും പരിപൂർണനായ നാരായണം നന്ദിച്ചു കാൺമതിനായിക്കൊണ്ടു മാമുനി ചെന്നു ബദര്യാശ്രമത്തിൽ വസിക്കുന്ന നിർമ്മല പൂരുഷം കണ്ടതത്യദ്ഭുതം. ശ്രേഷ്ഠമാം ഭാരതവർഷത്തിൽ മാനുഷർക്കിഷ്ടലാഭത്തിനും സദ്ഗതിക്കായിക്കൊണ്ടും ധർമ്മവിജ്ഞാന തപോമയയുക്തനായി നിർമ്മലനിഷ്ഠയാ കൽപ്പാന്തരത്തോളം ചൊല്ലിയലും കലാപഗ്രാമമങ്ങതിൽ നല്ലവണ്ണം വസിച്ചിടും ഋഷികളാൽ മുറ്റും പ്രണതനായി മേവും ഭഗവാനും ചുറ്റുമായി നാരദം കണ്ടു സന്തുഷ്ടനായി മോദേന നാരദനോടരുൾ ചെയ്തു. ആദിഭൂതൻ നരനാരായണൻ നൃപ നല്ല ജനലോകവാസികളായി മേവും വല്ലഭമുള്ള പൂർവന്മാരവരുടെ യാതൊരു ബ്രഹ്മവാദം കേട്ടുകൊള്ളുക. ചേതസി സർവസന്ദേഹങ്ങൾ പോമെന്നാൽ ഉന്നം ജനലോകവാസികളന്നിലെ നന്നായി ബ്രഹ്മസൂത്രം ചെയ്തതു കാലം. അന്നവിടെ മഹാമുഖ്യമുനികൾക്കു നന്നായി കാൺമതിനായിക്കൊണ്ടു മാധവം ശ്വേതദീപത്തെ ഗമിച്ചിരിക്കും വിധൗ ചേതോ വിമോഹന ബ്രഹ്മവാദശ്രുതി ഓരോ തരം മുനീന്ദ്രന്മാർ ശ്രവിച്ചിതു. നേരാകുമിശ്രുതി കൊണ്ടനുജീവികളായവർക്കേറ്റവും ബോധവും വന്നിടും. ന്യായമാകും ശ്രുതിക്കർത്ഥവും ചൊല്ലുവൻ നിൻ മഹാമായ ഗുണങ്ങളാൽ സൃഷ്ട്യാദി നിൻ മഹാമായ തന്നന്തത്തിൽ സർവവും നന്നായി ഹരിച്ചിരിക്കും പരൻ താൻ. ശ്രുതി തന്നിലേയർത്ഥം ശ്രുതിയുമിതാകുന്നു. തുല്യശ്രുതി തപശീലരായി മേവുന്ന നല്ല മുനികളാൽ സേവിതനായിടും വല്ലഭമുള്ള സനന്ദൻ മുനിമുഖ്യൻ. എല്ലാ മുനികളോടും കൂടി ഇത്തരം ചൊന്ന ശ്രുതിയതു കേട്ടുകൊണ്ടിടുകിൽ
പിന്നെ ദ്വൈതഭ്രമമുണ്ടാകയുമില്ല. യോഗികൾക്കും ജയിച്ചിടാതെ ദോഷത്തെ നാശം വരുത്തുവാനായി സദ്ഗുണമായി വേറല്ലതും നിൻ തിരുവടി താൻ തന്നെ. വേറായി വിരുദ്ധനാകുന്നതും നീ തന്നെ. ഭിന്നമായും സമമാകുന്നതും ഭവാൻ. പിന്നെ സുഖദുഃഖമെന്നിവയ്ക്കൊക്കെയും സർവത്തിനും ശക്തിബോധസ്വരൂപനായി നിർവാണ വിഗ്രഹനാകുന്നതും ഭവാൻ. ഒന്നിനാലും ജയിപ്പാനരുതാത്തതായി നിന്നീടുമാത്മസ്വരൂപനായുമഥ. എന്നും അചരനായ ആത്മാവിനാൽ തന്നെ നിന്നു ചരിക്കുന്നതും വേദമായതും നാനാ ഗുണലബ്ധ വിഗ്രഹാംഗങ്ങളും നൂനമാത്മസ്വരൂപങ്ങളും ഭവാൻ. ഉദയാസ്തമയ ദ്വന്ദ്ങ്ങൾ വികൃതികൾ ആദിയന്തം മൃതിവൈരകൃതങ്ങളും വാങ്മനകായാദി ഭേദവിഭ്രാന്തികൾ എങ്ങനെ മന്നിൽ ഭവിക്കുന്നതു നൃണാം. ഉണ്ടാകയില്ലെന്നു വിദ്വജ്ജനമറിഞ്ഞിണ്ടലന്യേ സർവലോകൈകനാഥനായി മേവുന്ന നിൻകഥാപീയൂഷവാരിധൗ കേവലം മുങ്ങിത്തപസ്സുകൾ ചെയ്യുന്നു. പിന്നെ സ്വധാമകല കൊണ്ടു മാനസം നന്നായി തെളിഞ്ഞിരിക്കുന്ന ഗുണവാന്മാർ എല്ലായ്പ്പോഴും പരമാനന്ദരൂപനായി എല്ലായ്പ്പോഴും വിളങ്ങും ഭവൽപാദാബ്ജം നന്നായി ഭജിക്കുന്നു. പിന്നെ അതിവേലം നന്നായി കൃതകൃത്യരായും ഭവിക്കുന്നു. ആകയാൽ നിത്യം തവാനുഗ്രഹന്മാരായി ആകാംക്ഷയന്യേ സത്തുക്കൾ വഴി പോലെ ജീവിച്ചിടുന്നിതല്ലാതെയുള്ള ജനം കേവലം ചർമ്മപാത്രം പോൽ ശ്വസിക്കുന്നു. താവകാനുഗ്രഹം കൊണ്ടു മഹദഹംകാരാദി തത്വങ്ങളുണ്ടാക്കിടുന്നതും അന്നമയമാദിയായ ശരീരേഷു തന്നുള്ളിൽ മോഹരഹിതൈകനിഷ്ഠരായി നിന്നുടെ സൃഷ്ടിഭജന മാർഗങ്ങളെ നന്നായി ദർശിതരായിട്ടു സൂര്യവൽ ശോഭിത തുല്യ തവ പദശീലരായി സേവിച്ചു തൻ ഹൃദയത്തിൽ അനന്തമായി ശോഭിതമാം ഭക്തിവാരിധൗ മഗ്നരായി പ്രാഭവത്തോടു യാവർ ചില സത്തുക്കൾ കാലന്റെ മുമ്പിൽ ഗമിക്കാതെ പിന്നെയും നല്ലൊരു യോനികളിൽ വെച്ചു നല്ലവ നൽകുന്നു. പിന്നെ സുഹൃദാനുസൽഗതി ഏകനാം നിൻ പദധാംനി രമിച്ചിട്ടു ഏകരസത്തെ ഗ്രഹിച്ചു സുഹൃതികളാകും പുരുഷരിലന്തരജ്ഞന്മാരായി മംഗലമാം ഭവൽപാദം ഭജിക്കുന്നിതിങ്ങനെയോർത്തു കവികൾ വേദത്തെയും മംഗലാത്മാവായ നിൻ പദപത്മവും മംഗലാത്മാക്കൾ ഭജിച്ചിരിക്കുന്നതും യാവർ ചിലർ മഹത്തായ വ്രതൈർയുതം ഏവം പരിശ്രവണന്മാരതായിക്കൊണ്ടും ആത്മതത്വനിഗമശ്രുതരായിക്കൊണ്ടും ആത്മാവതായ തവ പാദം സേവിച്ചു സർവവും ത്വൽപാദ പങ്കജേ ചേർത്തിട്ടു നിർവാണമാത്രം ഭജിക്കുന്നിതു ചിലർ. ത്വൽപാദ പത്മഹംസകുല സംഗത്തെ എപ്പോഴുമുണ്ടായി നല്ല മാർഗത്തൂടെ ആത്മപ്രിയരായി രമിക്കുന്നിതു ചിലർ. ആത്മനാ ത്വൽപാദ പങ്കജം ദർശിച്ചു അന്തമില്ലാതെ ഭോഗൈരുദചിത്തരായി സന്തതം ഞങ്ങളും നിൻ കൃപ കൊണ്ടിഹ സാമ്യമതികളായി കൽമഷഹാരിയാം നിന്റെ സമദൃഷ്ടി പാദപത്മാമൃതലബ്ധരായി വേദപരന്മാരതായിക്കൊണ്ടു നീക്കമെന്നേ ജന്മലീനാഗ്രമാം പദപ്രാപ്തരാകുന്നു. നിൻ കാരുണ്യലേശേന പ്രാപ്തമാമിപ്പദം നിൻ കാരുണ്യലേശേന പ്രാപ്തമാമിപ്പദം സർവജനത്തിനും. പിന്നെ ചിലർ കാലഭേദശാസ്ത്രങ്ങളെ നന്നായി അനുകരിച്ചെപ്പോളിരിക്കുന്നിരിത്ര നാളും ജന്മനാശമായി മേവുന്നു ചിത്തഭ്രമമാമസൽ സ്മൃതിയാത്മാവിൽ. തോന്നിവരും ഭേദചിന്തയുമുണ്ടാകും തോന്നിപ്പതും രജസ്താമസവൃത്തികൾ ദ്വൈതം ജനിപ്പിപ്പതും ത്രിഗുണങ്ങളാൽ ദ്വൈതത്രിഗുണപുമാന്മാർ
ദ്വിഭേദമായി ദ്വൈതസഗുണത്തെ നിങ്കലോർക്കുന്നതും ദ്വൈതവാന്മാർക്കു ഗുണത്രയം നിങ്കലെ ദ്വൈതബുദ്ധ്യാ പ്രവേശിക്കുന്നു ചിത്തത്തിലായതുകൊണ്ടു ഗുണവശാൽ മാനുഷജാതരായി കീഴ്പോട്ടു തന്നെ പതിക്കുന്നു. ദ്വൈതമായുള്ള ഗുണങ്ങൾ വികൃതമെന്നാകയാലായതു നീക്കുന്നു സത്തുക്കൾ. ആത്മാവു തൻ്റെ ഗുണങ്ങളെ പ്രാപിച്ചു ആത്മാവിനോടു കൂടും സമചിത്തന്മാർ. ആനന്ദമായിട്ടിരിക്കുന്നു പിന്നെയും ആനന്ദമദ്വൈത സിദ്ധിയാകുന്നതും. ദേവകളും മിഥ്യമായ ഗുണങ്ങളെ കേവലം നന്നായി അതിക്രമിപ്പിച്ചിട്ടു കേവലാത്മാ പരിപൂർണനായി ജ്യോതിസ്സായി ദേവദേവേശനാം നിങ്കലെ സൗഹൃദന്മാരായിരിക്കുന്നവരെയും പാലനം നേരോടെ ചെയ്തു പോരുന്നിതു ത്വദ്ബലാൽ. ആദ്യന്തമില്ലാതെ നിന്നിൽ മഹാഗൂഢവേദ്യമല്ലാതൊരു നിന്റെ മഹത്വങ്ങൾ ലോകത്തിൽ മേവും ക്ഷിതിപതിമാരായ ലോകേശനാദികളാലും ധരിക്കുന്നു. സർവജഗൽപതിയാകുന്നതും ഭവാൻ കേവലം ത്വന്മായയാലറിവീലതും. നിന്നിൽ നിന്നുണ്ടായിരിക്കും ഗുണങ്ങളാൽ തന്നെ ചരാചരജാതി നരന്മാരും നിന്നാലേ സൃഷ്ടമായുള്ള രജോഗുണസംഗേന ബദ്ധരാകുന്നു ചിലരെല്ലാം. നിശ്ചലന്മാരായി ഗുണരഹിതരവർ നിശ്ചയിച്ചിടരുതാതമായ ഗുണം. ത്വൽകൃപ കൊണ്ടു നീക്കിക്കളഞ്ഞൻ പോടു മുക്തിയും സാധിച്ചു പോരുന്നിതു നൂനം. വൃത്തിൽ ഘടോദ്ഭവം പോലെ പ്രകൃതിയും സത്യപുമാനുമീ രണ്ടും ഭവാൻ തന്നെ. മായാപ്രകൃതി പുരുഷദ്വയം ജലെ പോളകൾ പോലെ ഭവാങ്കൽ ഭവിച്ചൊരു ദേവതിര്യങ് മനുഷ്യാദി വിവിധമാം നാമഗുണങ്ങൾ രൂപങ്ങൾ സമസ്തവും സീമയില്ലാതുളവായടങ്ങും നിങ്കൽ ഓരോ വിധം നദികം കാർണവം പോലെ. സാരമാകും രസം തന്നിൽ രസം പോലെ മേവുന്നു നിന്റെ തത്വാർത്ഥമറിയാതെ ഭേദഭ്രമം തവ മായാ മഹിമയാൽ മോഹിച്ചതിങ്കൽ ഭ്രമിക്കുന്നു മൂഢരായി. മോഹബുദ്ധ്യാ ദ്വൈതബുദ്ധികളായവർ ബോധികളായ വിദ്വജ്ജനം നിങ്കലെ സംഭവിക്കുന്ന ഭാവത്തെ ധരിക്കുന്നു. എങ്ങനെയെന്നാൽ ജനിമൃതിയുണ്ടായി എങ്ങനെ സൃഷ്ടി ഭവിപ്പതെന്നുള്ളതും ചിന്തിച്ചു നിൻ ചരണത്തിൽ ഭയം വെച്ചു. ഇന്ദ്രിയങ്ങൾ കരണങ്ങൾ പ്രാണാദികൾ വായുതുല്യം ഗമിക്കുന്ന കുതിര പോൽ വായു സംയുക്തം ഭവാനിൽ തിരിയുന്നു. സൂര്യനും തൽപ്രഭയും പോലമേവുന്നു സൂര്യാദി സർവപ്രകാശനാം നിങ്കലെ. താപത്രയാദിയായുള്ള വ്യസനേന താപവും പൂണ്ടു വസിക്കുന്നവർ ഗുരുപാദം തിരഞ്ഞു കണ്ടെത്തി വന്ദിച്ചധ വേദസാരജ്ഞ ഗുരോരുപദേശമാം തോണി തുഴയുമായി സംസാരവാരിധോ വാണിരിക്കുന്ന സ്വജനസുതദാരമിത്രാർത്ഥമാദികളൊക്കെയും നിങ്കലെ ദത്തവും ചെയ്തു നൃക്കൾക്കു സർവാനന്ദമായിരിക്കുന്നൊരാത്മാവിലിരിപ്പവൻ. കായവിഷയരസദ്വയഹീനരായി നിത്യമനിത്യമെന്നുള്ള ഭേദക്രമം ചിത്തത്തിൽ നഷ്ടമായി വാഴുന്നു സർവദാ. ഇത്തരമുള്ള സത്തുക്കൾ സുഖദുഃഖ വ്യക്തഭേദം ഹൃത്തു തന്നിൽ ധരിപ്പീല. ഏകപുണ്യാശ്രമന്മാരായി മതഹീനരായിരിക്കുന്ന മുനികൾ ഭവൽപാദ പങ്കജതീർത്ഥബിന്ദുക്കൾ ധരിക്കുന്നു. പങ്കമകന്നവർ നിത്യസുകർമാക്കൾ നിത്യസുഖാത്മസ്വരൂപനാം നിങ്കലെ നിത്യസുഖമോടിരുന്നവർ സേവിപ്പു. സാരമില്ലാത്തവർ സത്തിങ്കൽ ദ്വൈത നിസ്സാരമാം തർക്കം പറഞ്ഞു വസിച്ചിട്ടു വാദിച്ചു സംശയബുദ്ധികളായിക്കൊണ്ടു ഭേദഭ്രമാലന്ധ പരമ്പരായുധം സംസാരസാഗരം തന്നിൽ ഭ്രമിക്കുന്നു. സംസാരമൂലമറിയാതമായയാൽ ബുദ്ധിമാന്മാർ ദ്വൈതസംഭൂത വിഭ്രമം ചിത്തത്തിൽ നിന്നു കളഞ്ഞേകസാരമായി മേവുന്ന നിന്നിലെ ശോഭിച്ചിരിക്കുന്നു. കേവലാത്മാക്കളായുള്ള മഹത്തുക്കൾ ബോധമില്ലാത്തവർ സംശയമാർഗേണ
യോജിച്ചിരിക്കും മനോവികാരസ്മൃതി തന്നെ സ്മരിച്ചു ഗുണസ്വരൂപത്തോടു ചേർന്നു യോജിച്ചവസാനെ മൃത്യുവശം ചെന്നു ചേരുമതിനില്ലൊരു സംശയം. തത്തൽ ഗുണനിർഗുണദ്വയ സംഭ്രമാൽ വന്നുകൂടിന്നിതു ബന്ധമോക്ഷഭ്രമം. നല്ല മഹാഗുണാത്മാക്കളാം യോഗികൾ എല്ലായ്പ്പോഴും ശുദ്ധ നിർമ്മല ഹൃത്തിങ്കൽ കോമളമായ കരചരണാദിയായി കോമളരൂപനാകുന്ന ഭവാനെയും ഭാവിച്ചു നിന്മായ വൈഭവങ്ങളാം ഈ വക പിന്നെ അറിയുമെന്നതുമില്ല. നല്ല മഹാഗുണാത്മാക്കളാം യോഗികൾ എല്ലായ്പ്പോഴും ശുദ്ധ നിർമ്മല ഹൃത്തിങ്കൽ കോമളമായ കരചരണാദിയായി കോമളരൂപനാകുന്ന ഭവാനെയും ഭാവിച്ചു നിന്റെ മായാ വൈഭവങ്ങളാം ഈ വക പിന്നെ അറിയുന്നതുമില്ല. മായാ സഗുണദ്വയസ്മൃതി പോകുമ്പോൾ മായയും നിർഗുണ വിഭ്രമവും പോകും. ബ്രഹ്മസ്വരൂപ ശുഭാശുഭത്തിങ്കലും നിന്നു ഗുണവിഗുണങ്ങൾ സമൂഹത്തിൽ നൂനം ശരീരവസ്തുക്കളായുള്ളോർക്കും താനെ മറഞ്ഞിരിക്കുന്നു നിന്മായയാൽ. പിന്നെ രജോ ഗുണയുക്തരായി സൽശ്രുതി തന്നോടുകൂടെ ഭജിച്ചു ഭവൽപദം നന്നായി സഗുണം ഭവിച്ചു ഗുണാതീതം വന്നു ഭവൽപദം ചേരുന്നു ശുദ്ധരായി. ഒന്നിനാലും ജയിച്ചിടരുതാതയായി തോന്നും ജഗത്താദിമായ ഭ്രമദോഷ ശാന്തി വരുത്തുവാനായി ഗുണാത്മാവതായി സന്തതം നിൽപ്പതു നിർഗുണാത്മാവെന്നും അല്ലാതെ വേറെ സഗുണഭ്രമാദികൾ ഇല്ല എന്നേറ്റവും നിർണയവാക്യങ്ങൾ. ഇങ്ങനെ ബ്രഹ്മപുത്രന്മാർ സദാനന്ദ ചിന്മയനായ നാരായണൻ തന്നാലെ നന്നായി അനുശാസിതമാം ശ്രുതികളെ നന്നായി സമാധാന മാർഗമോരോതരം കേട്ടറിഞ്ഞാത്മഗതിയുമറിഞ്ഞുടൻ ഒട്ടൊഴിയാതൊരാത്മനായ പുരാണാദി ഓരോ വിധമാമുപനിഷത്തുക്കൾ തത്സാരവും പൂർവജന്മാർ പറഞ്ഞേറ്റവും ബോധം വരുത്തിയ കാമവിച്ഛിന്നമാം ബോധശ്രുതിയെ ഗ്രഹിച്ചു വഴി പോലെ മാധവൻ തങ്കൽ സമർപ്പിച്ചു സർവവും ബോധസ്വരൂപികൾ പോയാർ യഥേച്ഛയാ. പാലനരൂപനാം മാധവൻ മോദേന പാലാഴിപുക്കു ലക്ഷ്മീയുതം വാണിതു. കേൾക്കടോ മന്നവ മുന്നം ഗുരുവിനാൽ സാക്ഷാൽ ഈ വണ്ണം പറഞ്ഞതു കേട്ടിട്ടു ആത്മവിജ്ഞാനിയായിക്കൊണ്ട് പൂർണ്ണശ്രുതി സ്വാത്മനിധൃത്വ ഗുരുപദം വന്ദിച്ചു നാരദൻ പിന്നെ വണങ്ങിനാൻ ഈ വണ്ണം. കാരണപുരുഷനായുള്ള കൃഷ്ണനായി ഏതൊരു സർവഭൂതങ്ങൾ കലയായും ഭാവമായും സർവഭൂതധരനായും ഇങ്ങനെയെല്ലാം ഇരിക്കും ഭഗവാനായി പിന്നെയും പിന്നെയും വീണു വണങ്ങിനാൻ. യേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യഃ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.